ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വാർഡിന് പുറമെ കേരളത്തിൽ മൊത്തം ട്രെൻഡിങ് ആയ വലിയ വൈറലായ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. സ്ഥാനാർത്ഥിയെ നമ്മൾ പേര് വിളിക്കുന്നതിൽ നല്ലത് ഓം ക്രീം എന്ന് വിളിച്ചാൽ എളുപ്പം വരുമെന്നാണ് ആ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞത്. എന്നെ വിളിച്ചാൽ പിന്നെ വരണ്ടേ? എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ വരും, ഉറപ്പായിട്ടും. അതെല്ലാവരോടും ഞാൻ പറയുന്ന കാര്യമാണ്. നിങ്ങൾ എന്നെ വിളിക്കണം, വിളിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും വരും. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തോട്ട് എത്തുന്നത്? എങ്ങനെയാണ്? എനിക്ക് ജനസേവനം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയത്തിലിറങ്ങിയ കുറേ ആളുകളെയൊക്കെ നമുക്ക് ജനസേവനമൊക്കെ ചെയ്യാൻ പറ്റും പൊതുരംഗത്ത്. അങ്ങനെ ഒരു താല്പര്യമുള്ളതുകൊണ്ട് പോരുന്നതാണ്. ഈ മായാവി എന്ന പേര് അത് സ്കൂൾ കാലം തൊട്ടേ ഉള്ള അങ്ങനെ തന്നെയാണോ പേര്? അതോ? എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ തൊട്ട് എൻ്റെ പേര് മായാവി എന്ന് തന്നെ. ഈ തെരഞ്ഞെടുപ്പിനൊക്കെ വരുമ്പോൾ സാധാരണ ട്രോളുകളൊക്കെ ഒരുപാട് വരും. ഇങ്ങനെ ഒരു പേരാകുമ്പോഴത്തേനും ട്രോളുകളൊക്കെ വരും. സ്കൂളിൽ തൊട്ട് അങ്ങനെ ഒരു ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. അപ്പോൾ അത് മാറ്റണം എന്നുള്ള താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാനിങ്ങനെ അമ്മയോട് പറയുന്നതിന്, അമ്മ എനിക്ക് ഇങ്ങനെ ഒരു പേരിട്ടേന്ന്. ഇങ്ങനെ അന്ന് കുഞ്ഞല്ലേ, അപ്പോൾ അന്ന് അങ്ങനെ ഞാൻ പറയായിരുന്നു. കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു. ആ ബാലരമയുടെ മായാവിയുടെ ഒരു ഇത് വെച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞ് മമ്മൂക്കയുടെ ഫിലിമൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ എൻ്റെ പേരെനിക്ക് ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്നോട് ആര് പേര് ചോദിച്ചാലും ഞാൻ അങ്ങോട്ട് മായാവി എന്ന് പറയും. ആദ്യമൊക്കെ മായെന്നേ പറയത്തുള്ളായിരുന്നു, വി പറയില്ലായിരുന്നു, വിഴുങ്ങുമായിരുന്നു. ഇപ്പം ഞാൻ മായാവി എന്ന് ഫുള്ളായിട്ട് പറയും. ഈ പോസ്റ്റൊക്കെ ഇങ്ങനെ കണ്ടവാനം വരുമ്പോഴത്തേക്കും നമുക്ക് പ്രചരണത്തിനൊക്കെ വേറെ സഹായിക്കുന്നുണ്ടോ? എന്താ ഒരു വാർഡിലൊരു അവസ്ഥ എങ്ങനെയാണ്? അത് പോസ്റ്റർ എന്നെ വാർഡിൽ എങ്ങനെ സഹായിക്കുന്നൊന്നുമില്ല. അത് സോഷ്യൽ മീഡിയാസിൽ ലൈക്കും കമൻറ്റും മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ വാർഡിലെ വോട്ടുമായിട്ട് ഒരു ബന്ധമില്ല. എനിക്കത് ഇവിടെ വോട്ടുകളായിട്ട് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. പക്ഷേ ഞാനതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. വാർഡിലേക്ക് വരുമ്പോൾ ഇവിടേക്ക് ഒരു മരുമകളായിട്ട് വന്നിരിക്കുകയാണ്. സ്വന്തം നാട് കൊല്ലമാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ളൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ ഈ ഒരുപാട് വാർത്തകളൊക്കെ നിറയുമ്പോഴും? തീർച്ചയായിട്ടും. എൻ്റെ നാടെന്ന് പറയുന്നത് കൊല്ലം കൊട്ടാരക്കരയാണ്. പക്ഷേ എന്നെ കല്യാണം കഴിച്ചിട്ടുമ്പം ഒരുമാതിരിപ്പെട്ട സ്ത്രീകൾക്കറിയാവുന്ന കാര്യം, നമ്മുടെ അമ്മയും അച്ഛനുമൊക്കെ നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ ലാസ്റ്റ് നമ്മുടെ കൈക്ക് പിടിച്ചിട്ട് പറയുന്നത്, ഇനി മുതൽ അതാണ് നിൻ്റെ നാട്, അതാണ് നിൻ്റെ വീടെന്നാണ് പറയുന്നത്. നമ്മൾ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും നാട്ടുകാരും അടക്കം പറയും, ഇനി മുതൽ ഇതാണ് നിൻ്റെ വീട്, ഇതാണ് നിൻ്റെ നാടെന്ന് പറയും. അപ്പോൾ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് എൻ്റെ നാട്. നമ്മൾ ഈ കുട്ടിക്കാലത്ത് വായിച്ചിരിക്കുന്ന ബുക്കിലെ മായാവി ഒരു രക്ഷകയൊക്കെയാണ്. നമ്മൾക്ക് പ്രിയപ്പെട്ടവർ നമ്മുടെ അടുത്ത് വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ രക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്നവരെ എൻ്റെ ഭാഗത്ത് അതിനുള്ള മാന്ത്രിക വിദ്യ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ രക്ഷിച്ചിരിക്കും. ഇപ്പോൾ വരുന്ന ആളുകൾ മായാവിയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. പ്രചരണം ശക്തമാക്കേണ്ട സമയമാണ്. അതിനുള്ള ഒരുക്കത്തിലാണ് മായാവി. ബിനു പാമ്പയ്ക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.